ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ തിരുകേശ വിവാദം സജീവമാവുകയാണ്. കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ തിരുകേശ വിവാദത്തിൽ കേരളത്തിലുടനീളം പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മുസ്ലിം സംഘടനയായ ISM. മുടിയുടെ പേരിൽ കാന്തപുരം നടത്തുന്നത് വൻ സാമ്പത്തിക തട്ടിപ്പാണ്. ഈ തട്ടിപ്പിലൂടെയാണ് നോളജ് സിറ്റി ഉണ്ടാക്കിയതെന്നും അങ്ങനെ നിരവധി വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് മുസ്ലിം സംഘടനയായ ISM. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു ബോഡി വേസ്റ്റാണ് കാന്തപുരത്തിന്റെ കൈകളിൽ ഉള്ളത് എന്നിടത്തേക്ക് വരെ കാര്യങ്ങൾ എത്തിയത് നാം കാണുകയുണ്ടായി. വലിയ ഒരു ഷോപ്പിംഗ് കേന്ദ്രവും അതേപോലെ തന്നെ ഒരു വലിയ സിറ്റിയും അദ്ദേഹം രൂപീകരിക്കുന്നത് ഈ സാമ്പത്തിക സമാഹരണങ്ങൾക്ക് ശേഷമാണ് എന്നതിൽ നിന്ന് തന്നെ ഈ മതപരമായ ആശയങ്ങളെ ചൂഷണം ചെയ്ത് സമുദായത്തെ സാമ്പത്തികമായി ചൂഷണം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ച് നമുക്ക് ബോധ്യം വരേണ്ടതുണ്ട്. ഒറ്റക്കെട്ടായി സമുദായം അതിനെ എതിർത്തു. ഇസ്ലാമിക സമൂഹത്തെ പ്രവാചകനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിന്റെ വൈകാരികതയാണ്. പ്രവാചകനോടുള്ള സ്നേഹത്തെ ചൂഷണം ചെയ്യാനുള്ള ഈ ശ്രമത്തെ അനുവദിച്ചു കൊടുക്കാനാവില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം അതാണ്, പാരമ്പര്യം അതാണ്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നുണ്ട്. അനഘ, എനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയത് ആ പ്രതികരണത്തിന് പിന്നിലെ ബാനറാണ്. വ്യാജമുടി എന്നാണ് പറയുന്നത്, കൃത്യമായി പറയുകയാണ്. അതായത് പ്രവാചകൻ എന്ന വൈകാരികതയെ ചൂഷണം ചെയ്യുന്നു കാന്തപുരവും സംഘവും, വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നു, അതുകൊണ്ട് നോളജ് സിറ്റി ഉണ്ടാക്കുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ്. ഹലോ 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 അത് തന്നെയാണ് കൃഷ്ണരാജ്, ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ISM എന്ന് പറയുന്ന മുജാഹിദ് സംഘടന ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ പ്രവാചന പ്രകീർത്തന സദസ്സിൽ വെച്ച് തന്റെ കൈവശമുള്ള പ്രവാചകന്റെ ആ മുടി 1/2 സെന്റിമീറ്റർ വളർന്നു എന്നൊരു പ്രസ്താവന നടത്തിയത്. ഇതിന് പിന്നാലെയാണ് പല മുസ്ലിം സംഘടനകളും രംഗത്ത് വന്നത്. അവർ വലിയ രീതിയിൽ ഇതിനെതിരെ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്നാണ് മുജാഹിദ് സംഘടനയായ ISM തന്നെ പറയുന്നത് ഇത്തരത്തിൽ വ്യാജമുടി എന്ന് പറയുന്നത് കൃത്യമായി കാന്തപുരം നടത്തുന്ന ഒരു തട്ടിപ്പാണ്. മതത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, വിശ്വാസികളെ ചൂഷണം ചെയ്തുകൊണ്ടാണ് കാന്തപുരം തിരുകേശ തട്ടിപ്പ് നടത്തുന്നത് എന്നതാണ്. മാത്രമല്ല, അവർ ഇന്നലെ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കോഴിക്കോട് താമരശ്ശേരിയിൽ കാന്തപുരം ഒരു നോളജ് സിറ്റി, ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് ഷോപ്പിംഗ് കോംപ്ലക്സും അതുപോലെ സ്കൂളുകളും ഒക്കെ ആയിട്ട് ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒരു വലിയ ഈ പ്രസ്ഥാനം, ഈ കാന്തപുരം നോളജ് സിറ്റി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കാന്തപുരം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ കാന്തപുരം ഈ പ്രസ്ഥാനങ്ങളൊക്കെ, ഈ നോളജ് സിറ്റി കാന്തപുരം പണി കഴിപ്പിച്ചത് തിരുകേശ തട്ടിപ്പിലൂടെ ലഭിച്ചിരിക്കുന്ന പണം കൊണ്ടാണ് നോളജ് സിറ്റി പണി കഴിപ്പിച്ചത് എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ISM എന്ന മുജാഹിദ് സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ തട്ടിപ്പിലൂടെയാണ് കാന്തപുരം പണം ഉണ്ടാക്കുന്നത് എന്നുകൂടി ഈ സംഘടന പറഞ്ഞു വെക്കുന്നുണ്ട്. 2012 തന്റെ കൈവശം ഇത്തരത്തിൽ പ്രവാചകന്റെ മുടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം രംഗത്ത് വരുന്നത്. അതിനുശേഷം മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള മുടിയായാലും നഖമായാലും അതൊക്കെ തന്നെ പ്രവാചകന്റെ ആണെങ്കിൽ പോലും അതൊക്കെ തന്നെ ബോഡി വേസ്റ്റ് ആണ് എന്നാണ് അന്ന് ഈ CPM സെക്രട്ടറി ആയിരുന്ന ഈ പിണറായി വിജയൻ അന്ന് പറഞ്ഞിരുന്നത്. അതും വലിയ രീതിയിലുള്ള ചർച്ചയും വിവാദവും ഒക്കെ തന്നെ ആയിരുന്നു. അതിനുശേഷം പിന്നീട് കാന്തപുരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതികരണങ്ങളൊന്നും നടത്തിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം കാന്തപുരം തന്റെ കൈവശമുള്ള മുടി 1/2 സെന്റിമീറ്റർ വളർന്നു എന്ന് കീർത്തന സദസ്സിൽ അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളോട് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇതോടെയാണ് കൃത്യമായി ഇത്തരത്തിൽ വലിയൊരു തട്ടിപ്പാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് സംഘടനകളൊന്നുമല്ല, ഈ മുസ്ലിം സംഘടനകൾ, മുജാഹിദ് സംഘടനകൾ, സുന്നി സംഘടനകൾ ഒക്കെ തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുന്നത്. മാത്രമല്ല, ISMന്റെ നേതൃത്വത്തിൽ ഈ കേശത്തട്ടിപ്പ്, തിരുകേശ തട്ടിപ്പ്, മുടി തട്ടിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ കേരളത്തിലുടനീളം വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനാണ് ISM എന്ന് പറയുന്ന മുജാഹിദ് സംഘടനകൾ ഇനി ഉണ്ടാവുക. വരും ദിവസങ്ങളിൽ ആ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കും എന്നുകൂടി ISM പറയുന്നുണ്ട്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം തിരുകേശ തട്ടിപ്പ് അത് സമൂഹത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. ഇത്തരത്തിൽ തനിക്കെതിരെ കൃത്യമായി ഈ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഈ പരാമർശങ്ങളും അതുപോലെ തട്ടിപ്പ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോഴും ഈ വിഷയത്തിൽ കാന്തപുരം ഇതുവരെ ഒരു പ്രസ്താവനയും നടത്തിയിട്ടില്ല എന്നതാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇത് പ്രവാചകന്റെ മുടിയാണെങ്കിൽ അതിന് തെളിവ് എവിടെ എന്നാണ് ഈ സംഘടനകളൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ തെളിവ് നിരത്താനോ ഈ വിഷയത്തിൽ പ്രതികരണം നടത്താനോ ഇതുവരെ ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വന്നിട്ടില്ല എന്നതാണ്. എന്തായാലും ഈ വിമർശനങ്ങളിലൂടെ, പ്രതിഷേധ പരിപാടികളിലൂടെ ഈ തിരുകേശ വിവാദത്തിനപ്പുറം
ചില തട്ടിപ്പുകൾ കൂടി ഉണ്ടെന്ന് കാട്ടാനും കാന്തപുരത്തെ തുറന്നു കാട്ടാനുമുള്ള ശ്രമമാണോ ISM നടത്തുന്നത്? കൃഷ്ണരാജ്, തീർച്ചയായും. അതായത് ഇത്രയും ദിവസം ഇത്തരത്തിൽ തിരുകേശ തട്ടിപ്പ് കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന സമയത്ത് പോലും ഈ കാന്തപുരം നോളജ് സിറ്റി, ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഏക്കർ കണക്കിന് സ്ഥലത്ത് വലിയൊരു ഇത്തരത്തിലൊരു വലിയ സ്ഥാപനം, അവിടെ കോളേജുണ്ട്, ഷോപ്പിംഗ് മാൾ ഉണ്ട്, അങ്ങനെ വലിയ ഏക്കർ കണക്കിന് സ്ഥലത്ത് മറ്റ് ആളുകൾക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. അങ്ങനെയുള്ള ഒരു വലിയ സ്ഥാപനം ഈ നോളജ് സിറ്റി കാന്തപുരം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇത് ഏറെക്കാലമൊന്നും ആയിട്ടില്ല ഈ നോളജ് സിറ്റി പണി കഴിപ്പിച്ചത്. അത്ര വലിയ ഈ നോളജ് സിറ്റി പോലുള്ള കോടാനുകോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു നോളജ് സിറ്റി ഒക്കെ പണി കഴിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ കാന്തപുരം നോളജ് സിറ്റി പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തിയിട്ടാണ് എന്ന് പരസ്യമായി തന്നെ പറയുകയാണ് ISM എന്ന മുജാഹിദ് സംഘടന എന്നതാണ്. അതായത് കാന്തപുരം നടത്തുന്ന ഈ തിരുകേശ തട്ടിപ്പ്, ആ തട്ടിപ്പിന്റെ കഥയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ തട്ടിപ്പിലൂടെ മതത്തെ ചൂഷണം ചെയ്തുകൊണ്ട്, വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് കാന്തപുരം പണമുണ്ടാക്കുന്നു, വലിയ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നു. അതുവഴിയാണ് ഇത്തരത്തിലുള്ള നോളജ് സിറ്റികൾ പോലുള്ളവ കാന്തപുരം പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഈ സംഘടനകൾ ഉന്നയിച്ചിരിക്കുന്നത്. മറ്റ് സംഘടനകളൊന്നുമല്ല, ഇവരോട് ഒപ്പം ചേർന്ന് നിൽക്കുന്ന മുസ്ലിം സംഘടനകൾ തന്നെയാണ്, മുജാഹിദ് സംഘടനകൾ തന്നെയാണ് ഈ ആരോപണം ഉന്നയിച്ച് പുറത്തു വന്നിരിക്കുന്നത്. അതായത് കാന്തപുരം തിരുകേശ തട്ടിപ്പ്, ഒരു തട്ടിപ്പിന്റെ കഥ, ഒരു തട്ടിപ്പിന്റെ വിവരമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത്. കൃഷ്ണരാജ്, ശരി. ഈ തിരുകേശ വിവാദത്തിൽ മുസ്ലിം സംഘടനയായ ISM കാന്തപുരത്തിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി നടത്താനുള്ള തീരുമാനത്തിലാണ് അവർ. ഈ നോളജ് സിറ്റി ഉണ്ടാക്കിയത് പോലും ഈ തിരുകേശത്തെ ചൂഷണം ചെയ്ത് ഉണ്ടാക്കിയ വലിയ സാമ്പത്തിക തട്ടിപ്പിലൂടെയാണ് എന്നാണ് ഈ സംഘടന പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ ഹർഷൻ.